അടുത്ത ആഴ്ചയിൽ നല്ല ലാഭം തരാൻ സാധ്യതയുള്ള 5 സ്റ്റോക്കുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഞാൻ കുറച്ച് മുൻപ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരു 9 സ്റ്റോക്കിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അടുത്ത വീക്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള 9 സ്റ്റോക്കിന്റെ ലിസ്റ്റ് ഞാൻ ടെലിഗ്രാം ചാനലിൽ റീസെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഉള്ള 9 സ്റ്റോക്കിൽ നിന്ന് ഞാൻ ഫണ്ടമെന്റൽ അനാലിസും കൂടെ നടത്തിയതിന് ശേഷം ഒന്നുകൂടെ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോക്കുകൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്തിനാണ് പിന്നെ ആ 9 സ്റ്റോക്ക് ഞാൻ ഷെയർ ചെയ്തത്, ഈ ഫിൽട്ടർ ചെയ്ത സ്റ്റോക്ക് ഷെയർ ചെയ്താൽ പോരെ എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ 9 സ്റ്റോക്ക് അയച്ചു എന്ന് പറഞ്ഞല്ലോ, ടെലിഗ്രാമിൽ അയച്ചു എന്ന് പറഞ്ഞ 9 സ്റ്റോക്ക് ടെക്നിക്കൽ അനാലിസിസ് കഴിഞ്ഞ സ്റ്റോക്കുകളാണ്. അതായത് ടെക്നിക്കലി അനലൈസ് ചെയ്ത സ്റ്റോക്കുകളാണ് 9 സ്റ്റോക്കുകൾ. അതിൽ ഫണ്ടമെന്റൽ അനാലിസിസ് ഞാൻ നടത്തിയിട്ടില്ല. ആ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് അതുപോലുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ജസ്റ്റ് ചാർട്ട് അനലൈസ് ചെയ്തിട്ടാണ് എനിക്ക് ആ 9 സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഫണ്ടമെന്റൽ അനാലിസിസ് കഴിഞ്ഞിട്ടാണ് ഈ 5 സ്റ്റോക്ക് എനിക്ക് കിട്ടിയത്. അതാണ് ഞാനിപ്പോൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പക്ഷേ ഈ ടെക്നിക്കൽ അനാലിസിസ് കഴിഞ്ഞ സ്റ്റോക്കുകളാണ് കൂടുതലും ഒരു ദിവസം കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, അതായത് അപ്പർ സർക്യൂട്ടുകൾ, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് 20% റിട്ടേൺസ്, അത്തരത്തിലുള്ള വലിയ വലിയ മൂവ്മെന്റ്സ് നടക്കാറ് പൊതുവെ ടെക്നിക്കൽ അനാലിസിസ് മാത്രം കഴിഞ്ഞ സ്റ്റോക്കുകളിലാണ്. അതിൽ ഫണ്ടമെന്റൽ അനാലിസിസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള കമ്പനികളായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ മൂവ്മെന്റ്സ് സ്ലോ മൂവ്മെന്റ്സ് ആയിരിക്കും. ഈ ഒരു ദിവസം കൊണ്ട് 20%, ഒരു ദിവസം കൊണ്ട് 10%, അത്തരത്തിലുള്ള വലിയ മൂവ്മെന്റ്സ് കുറവായിരിക്കും. പക്ഷേ കുറച്ച് ടൈം എടുത്ത് സാവധാനം കയറി പോകും. അത് ലോസ് വരുമ്പോഴും വലിയ ലോസ് ഒന്നും വരില്ല ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ. അതായത് ഫണ്ടമെന്റലി അനലൈസ് ചെയ്ത സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഫോൾ ഒന്നും വരില്ല. സ്ലോ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും. കുറച്ചുകൂടെ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ സേഫ് ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് റിട്ടേൺസും മറ്റതിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ച് കുറവായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വലിയ റിട്ടേൺസ് വേണം, വലിയ രീതിയിൽ ഒരു നല്ലൊരു ട്രേഡർ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത ആ 9 സ്റ്റോക്കുകളിൽ നിന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടെ അനാലിസിസ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. സോ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആക്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ആക്സസ് ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെലിഗ്രാമിൽ കയറി നിങ്ങൾക്ക് ആ സ്റ്റോക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള 5 സ്റ്റോക്കുകൾ ഏതാ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് സ്റ്റോക്ക് വരുന്നത് TPL പ്ലാസ്റ്റെക് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. സോ ആ സ്റ്റോക്ക് ഇപ്പോൾ കറന്റ് നിൽക്കുന്നത് ഓൾമോസ്റ്റ് 60 റുപ്പീസിലാണ് നിൽക്കുന്നത്. ഇത് ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക്. ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നതും ഉള്ളതിൽ ബെറ്റർ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. അല്ലാതെ ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളൊന്നും അല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ സ്റ്റോക്കുകളിൽ ബെറ്റർ ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്കുകൾ മാത്രമാണ്. അപ്പം ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരുപാട് കാലം കൺസോളിഡേഷൻ, ഇതിന്റെ ടെക്നിക്കൽ അനാലിസിസ് നോക്കുന്നുണ്ട്, ഒരുപാട് കാലം കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സ്ട്രോങ് ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് തന്നു, വീണ്ടും കുറെ ടൈം ഇത് കൺസോളിഡേറ്റ് ചെയ്തു. അതായത് ബൈയിങ് ചെയ്യേണ്ട ആളുകൾക്ക് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒരുപാട് പ്രാവശ്യം ഈ സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു അപ്പ് മൂവ്മെന്റ്, ഒരു സിംഗിൾ ക്യാൻഡിലിൽ അത്രയും കാലത്തെ കൺസോൾട്ടേഷൻ മുഴുവൻ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള മൂവ്മെന്റ് ആണ്. ഇത്രയും കാലം കൺസോൾട്ടേറ്റ് ചെയ്ത് ഇത്രയും കാലം ട്രേഡിംഗ് നടന്ന ആ ഒരു ഡേനെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സിംഗിൾ ക്യാൻഡിൽ വന്നു. അപ്പൊ ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് വരുന്ന സമയത്ത് എന്താ പറയാ, ഫോളോ അപ്പ് ആയിട്ടുള്ള മൂവ്മെന്റ് തരാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം വരുന്നത്, ഇതിന്റെ റെസിസ്റ്റൻസ് വരുന്നത് ഓൾമോസ്റ്റ് 77 അല്ലെങ്കിൽ 75 ലെവലിലാണ് ഇതിന്റെ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പം ഇത് മൂവ് ചെയ്യാനുള്ള സ്പേസും ഇതിനുണ്ട്. ഒരു ലോങ് ടേം റെസിസ്റ്റൻസ് പറയുന്നത് 75 വരെയാണ്. അപ്പോൾ ആ ഒരു 75 വരെയുള്ള മൂവ്മെന്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഇനിയിപ്പം ടാർഗറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് വരുന്നത് ഫസ്റ്റ് തന്നെ 75 തന്നെയാണ് ടാർഗറ്റ് വരുന്നത്. 75 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 24% ആണ് ഇതിൽ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോപ്പ് ലോസ് ആയിട്ട് അതിന്റെ പകുതി സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുക. ഓൾമോസ്റ്റ് ഇത്ര വെച്ചാൽ അതൊരു പകുതിയല്ല, ഒരു 15% സ്റ്റോപ്പ് ലോസ് വെക്കുക. അതാണ് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റോക്ക്. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് DB റിയാലിറ്റി എന്ന് പറയുന്ന സ്റ്റോക്കാണ്. DB റിയാലിറ്റി ഒരുപാട് ഇതിന്റെ IPO കഴിഞ്ഞതിന് ശേഷം വളരെ വലിയൊരു ഫോള് നേരിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം കൺസോൾട്ടേറ്റ് ചെയ്തു ഈ ഒരു റേഞ്ചിൽ. അതായത് 130, 140 അല്ലെങ്കിൽ 130 റേഞ്ചിന്റെ താഴെ ഒരുപാട് കാലം കൺസോൾട്ടേറ്റ് ചെയ്തു. അതിനുശേഷം ഇതിന്റെ ഒരു ലോങ് ടേം റെസിസ്റ്റൻസ് ആയിരുന്ന ഓൾമോസ്റ്റ് 163 ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇത്രയും വലിയൊരു കൺസോൾട്ടേഷൻ തന്നു, അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് തന്നു. പോരാത്തതിന് ആ ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു റീടെസ്റ്റും കൂടെ തന്നു. ഒരു കംപ്ലീറ്റ് പ്രോപ്പർ റീടെസ്റ്റ് അല്ലെങ്കിലും ഇവിടെ നമുക്ക് ഒരു
നല്ലൊരു ബ്രേക്ക് ഔട്ട് കൺസോൾഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം മാക്സിമം റീടെസ്റ്റ് തന്ന് ഇത് ഓൾമോസ്റ്റ് ആ റീടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ബ്രേക്ക് ഔട്ട് ഓൾമോസ്റ്റ് നടത്തി. അതായത് ക്ലിയർലി ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് ആ ഒരു ഹൈ 221 ഹൈയിലാണ് ആ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പം റീടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്. അപ്പൊ ഇതും ഒരു ബുള്ളിഷ് മൊമെന്റം കാണിക്കുന്ന സ്റ്റോക്കാണ്. ഇതിൽ ഇനി ടാർഗറ്റ് ആയിട്ട് വരുന്നത് ടാർഗറ്റ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 350 ഇപ്പൊ ആക്ച്വലി ഒരു 350 വരെയൊക്കെ ടാർഗറ്റ് വെക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അത്രയും റിസ്ക് എടുക്കണമെന്നുള്ളത് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇപ്പോൾ ഓൾമോസ്റ്റ് 150 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 55% ഇതിനെ മൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അത്രയും വലിയ ടാർഗറ്റ് ഒന്നും വെക്കണ്ട. ഞാൻ പറയുന്ന ഒരു 30 വരെയൊക്കെ എടുക്കാം. ഇതൊരു റാൻഡമായിട്ട് സെലക്ട് ചെയ്ത ടാർഗറ്റ് ആണ്. മാക്സിമം നമുക്ക് 350 വരെ പോകുന്നതിന് തെറ്റില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതുവരെ ഹോൾഡ് ചെയ്യുന്നത് സെറ്റ് ഒക്കില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഒരു 30% ഒക്കെ എടുത്താൽ മതി മാക്സിമം. അതാണ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത്. ചിലപ്പോൾ അതിന് മുകളിൽ പോകാം, പക്ഷെ 30% വരെ ഓക്കെയാണ്. അപ്പം ഓൾമോസ്റ്റ് 290-92 ലെവലിലാണ് ടാർഗറ്റ് വരുന്നത്. സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് വരേണ്ടത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 22% സ്റ്റോപ്പ് ലോസും വെക്കാം. പക്ഷെ അത്രയും വലിയ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും ചെറിയ ടാർഗറ്റ് ആണ്, വലിയ ചെറിയ ടാർഗറ്റ് അല്ലെങ്കിലും ഈ ടാർഗറ്റ് വെക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഒരു 40% വരെ ടാർഗറ്റ് ഇട്ടിട്ട് ഇതിൽ ഹോൾഡ് ചെയ്യാം. പക്ഷെ സ്റ്റോപ്പ് ലോസ് എന്താണെങ്കിൽ 20% വെക്കണം. കാരണം അത് അത്രയും ഒരു ഡൗൺ സൈഡ് മാക്സിമം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അഥവാ മാർക്കറ്റ് ബാഡ് മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ. സോ ഇതാണ് രണ്ടാമത്തെ സ്റ്റോക്ക്, DP റിയാലിറ്റി. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക് യൂണിയൻ ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ബാങ്കിങ് സെക്ടറുകളിൽ നമുക്കറിയാം താല്പര്യമുള്ള ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ പറഞ്ഞല്ലോ ബാങ്കിങ് സെക്ടറിൽ നല്ലൊരു ബൈയിങ് കാണിക്കുന്നുണ്ട്. അപ്പം ബാങ്കിങ് സെക്ടറുകളിൽ ഒരു ചെറിയ പോർഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ടാർഗറ്റിന് സ്പേസ് ഉണ്ട്. അതായത് മൂവ്മെന്റ് നടത്താനുള്ള സ്പേസ് ഉണ്ട്. ഓൾമോസ്റ്റ് എനിക്കൊന്ന് 183 വരെയൊക്കെ ഇതിനുള്ള സ്പേസ് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ എങ്കിലും അതുവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 30 ഓക്കെയാണ്, 30% വരെ ഓക്കെ. അപ്പോൾ ഒരു 170 വരെയൊക്കെ ഹോൾഡ് ചെയ്ത് എക്സിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇതിന് മാക്സിമം ഇതിന്റെ ഇൻ കേസ് ബെയർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇവിടെ മാക്സിമം ഒരു ടൈം എടുത്ത് ഓൾമോസ്റ്റ് ഒരു 107 വരെയൊക്കെയാണ് ഇതിന് ഡൗൺ സൈഡ്. അപ്പൊ അതിന്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അതായത് ഓൾമോസ്റ്റ് തോന്നുന്നു ഓൾമോസ്റ്റ് 18% ഒക്കെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതുണ്ട്. അപ്പം 18% ഒക്കെ വെക്കേണ്ടതുണ്ടായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ടാർഗറ്റ് നിങ്ങൾക്ക് കൂട്ടാം. ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ 30% ആണ്, പക്ഷെ ഇത് ഓൾമോസ്റ്റ് 38 വരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇപ്പം ഒരു 18% ആണ് ടാർഗറ്റ് വെക്കുന്നുണ്ടെങ്കിൽ 36% വരെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ടെങ്കിൽ 36 വരെയൊക്കെ ടാർഗറ്റ് വെക്കാനുള്ള ഒരു സ്പേസ് ഇതിനുണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എത്രയാണോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അതിന്റെ ഡബിളെങ്കിലും ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ അതാണ് മൂന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് യൂണിയൻ ബാങ്ക്. ഇനി നാലാമത്തെ സ്റ്റോക്ക് വരുന്നത് സോനാട്ടി സോഫ്റ്റ്വെയർ. ഇതിന്റെ കറക്റ്റ് സ്റ്റോക്ക് എന്താണെന്ന് അറിയില്ല. ഇതാണ് കോട്ട് വരുന്നത്, സോനാട്ടി സോഫ്റ്റ്വെയർ തന്നെയാണ് തോന്നുന്നു. സോ അതാണ് നാലാമത്തെ സ്റ്റോക്ക് വരുന്നത്. അത് ഓൾമോസ്റ്റ് അതിപ്പം നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ വരുന്നത് ഇതിലൊരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാരണം ഇതിന് ഒരുപാട് ടൈം കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ബൈ ചെയ്യാൻ ഒരുപാട് ടൈം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു കൺസൾട്ടേഷൻ കിട്ടി, അതിനുശേഷം നല്ലൊരു അപ്ടർന്റ് വീണ്ടും എന്താ പറയുക കൺസൾട്ടേഷൻ അല്ലെങ്കിൽ റീട്രേസ്മെന്റ്, അതിനുശേഷം വീണ്ടും അപ്സൈഡിലേക്ക് വന്നു. ഇനി ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് നല്ലൊരു ഇവിടുന്ന് ആക്ച്വലി ഈ സ്റ്റോക്ക് ഇവിടുന്ന് ഒന്ന് അപ്സൈഡിലേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് വളരെ നല്ലൊരു എന്താ പറയുക റീട്രേസ്മെന്റ് തന്നു. എന്നിട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ചിലേക്ക് എത്തിയിട്ട് വീണ്ടും അവിടുന്ന് ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്. അതായത് ഇത്തരത്തിലുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് വരുമ്പോൾ അതൊരു ഫോളോ അപ്പ് മൂവ്മെന്റ് സാധാരണ കാണിക്കാറുണ്ട്. അതായത് കുറെ ഡോജ് 3 ഡോജ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന റിവേഴ്സൽ. അതായത് ഒരു സ്റ്റോക്ക് താഴോട്ട് വന്നിട്ട് ഇത്തരത്തിലുള്ള ക്യാൻഡിൽ സ്റ്റിക്സ് വരുമ്പോൾ, അതായത് ബോഡി വളരെ ചെറുതായിട്ടുള്ള, ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബോഡി വളരെ ചെറുതാണ് അല്ലെ, വലിയ വലിയ ബോഡീസ് അല്ല, വളരെ ചെറിയ ചെറിയ ക്യാൻഡിൽ സ്റ്റിക് ആണ്. അത്തരത്തിലുള്ള ക്യാൻഡിൽ സ്റ്റിക്സ് ഫോം ചെയ്തതിന് ശേഷം വരുന്ന ക്യാൻഡിൽ ഉണ്ടല്ലോ അത് വളരെ സ്ട്രോങ് ആയിരിക്കും. അതിനുശേഷം ഫോളോ അപ്പ് ബൈങ്ങും അതൊരു ബ്രേക്ക് ഔട്ടിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. അപ്പൊ അത്തരത്തിലൊരു എന്താ പറയുക ഒരു പ്രൈസ് ആക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിലൊരു എൻട്രി നമ്മൾ കണ്ടെത്തിയത്.
അപ്പോൾ ഇതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് വളരെ സേഫ് ടാർഗറ്റ് ഓഫ് കോഴ്സ് ഈ ഒരു റെസിസ്റ്റൻസ് തന്നെയാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്, അതായത് ഓൾമോസ്റ്റ് ഒരു 5% റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അത് ബ്രേക്ക് ചെയ്ത് പോവായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ 5% ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഓവർ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി അവിടെ എക്സിറ്റ് ചെയ്തിട്ട് ബാക്കി ക്വാണ്ടിറ്റി നിലനിർത്തി കൊണ്ടുപോകാം, എന്നിട്ട് സ്റ്റോപ്പ് ലോസും ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 5%. അതിനുശേഷം ബ്രേക്ക് ഔട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല മൂവ്മെന്റ്സ് നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ 30% അല്ലെങ്കിൽ 20-25% ഒക്കെ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഒരു 8% വരെയൊക്കെ സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം. അതായത് ഓൾമോസ്റ്റ് ഒരു 7% അല്ലെങ്കിൽ ഈവൻ നിങ്ങളിപ്പോൾ 5% ടാർഗറ്റ് എടുത്തിട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നത്, അതായത് ഈ ഒരു റെസിസ്റ്റൻസിലേക്കുള്ള ഒരു ട്രേഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% സ്റ്റോപ്പ് ലോസ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വലിയ ടാർഗറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് ചൂസ് ചെയ്തത്, സോന ടി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ ഇനി ഏറ്റവും അവസാനത്തെ സ്റ്റോക്ക് കോഫോർജ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇത് ഫണ്ടമെന്റലി വളരെ നല്ലൊരു സ്റ്റോക്കാണ്. നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല, വളരെ നല്ല പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുത്തിട്ട് നല്ല റിസൾട്ട് തരാൻ പോസിബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് കോഫോർജ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് കറന്റ് ട്രേഡ് ചെയ്യുന്നത് 6592 ഇത് പറഞ്ഞല്ലോ, ഒന്നാമത്തെ കാര്യം ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആണ്, നല്ല പെർഫോമൻസ് കാണിക്കുന്നത് ഈടായിട്ട്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് ആക്ഷനും വളരെ സ്ട്രോങ് ആണ്. സോ ഇതിൽ കൂടുതലൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം ഇത് നല്ലൊരു സ്റ്റോക്കാണ്, നിങ്ങൾക്ക് ആർക്കും പ്രിഫർ ചെയ്യാം, ലോങ് ടേമിലേക്കും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 20% നിങ്ങൾക്ക് ടാർഗറ്റ്. ഷോർട്ട് ടേമിലാണെങ്കിൽ 20% എടുക്കാം, ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ 20-50% വരെയൊക്കെ പോവാം. അങ്ങനെ 20% ഈ പറഞ്ഞ പോലെ ടാർഗറ്റും 10% സ്റ്റോപ്പ് ലോസ് വെച്ചും ഷോർട്ട് ടേമിൽ എടുക്കാൻ പറ്റിയ സ്റ്റോക്കാണ് കോഫോർജ് എന്ന് പറയുന്ന സ്റ്റോക്ക്. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ സ്റ്റോക്കുകൾ അടുത്ത വീക്കിലേക്ക് ട്രേഡ് ചെയ്യാൻ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ. അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം പല സ്റ്റോക്കുകളിലും നമുക്ക് നമ്മുടെ എൻട്രി എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സോ അതിനനുസരിച്ചിട്ട് ട്രേഡ് എടുക്കുക. പലതും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രിഫർ ചെയ്തിട്ടുണ്ട് കോഫോർജ് പോലുള്ള സ്റ്റോക്കുകൾ. പല സ്റ്റോക്കുകളിലും ചെറിയ സ്റ്റോപ്പ് ലോസും ചെറിയ ടാർഗറ്റാണ്, പല സ്റ്റോക്കുകളിലും ചെറിയ റിസ്ക് ഉള്ള സ്റ്റോക്കുകളൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ കൃത്യമായിട്ട് കണ്ടിട്ട് നിങ്ങളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ട്രേഡ് എടുക്കുക. പിന്നെ നിങ്ങൾ വളരെ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യുന്ന വലിയ റിട്ടേൺസ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനൽ ചെക്ക് ചെയ്തിട്ട് അതിലുള്ള 9 സ്റ്റോക്കുകളിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യാം. നമ്മുടെ അപ്പർ സർക്യൂട്ട് എടുക്കുന്ന അത്തരത്തിലുള്ള വലിയ വലിയ റിട്ടേൺസ് തരുന്ന സ്റ്റോക്കുകളൊക്കെ അതിലുണ്ടാവാനാണ് ചാൻസ് ഉള്ളത്. സോ താങ്ക് യു സോ മച്ച്.